ഏറ്റവും നല്ല സൺസ്ക്രീൻ ഏതാണെന്ന് ചോദിക്കുന്നവർക്കുള്ള വീഡിയോ ആണിത്. ഗൈസ് നിങ്ങൾക്ക് അറിയാലോ, പണ്ട് തൊട്ടേ ഒത്തിരി സൺസ്ക്രീൻസ് ട്രൈ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതിൽ തന്നെ എനിക്ക് ഈ കാണുന്ന ഡീകൺസ്ട്രക്റ്റിന്റെ സൺസ്ക്രീൻ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഇതുവരെ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ബട്ട് ഇന്ന് എന്നെ ഞെട്ടിച്ച പുതിയൊരു മുതലിനെയാണ് ഞാൻ കാട്ടാൻ പോകുന്നത്. ഈ കാണുന്ന ഡീകൺസ്ട്രക്റ്റിന്റെ SPF 50 സൺസ്ക്രീൻ. ഈ കാണുന്ന പുതിയ സൺസ്ക്രീനിന്റെ ഫോർമുല വൈസ് പറയുവാണെങ്കിൽ ഈ സൺസ്ക്രീൻ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള 4 UV ഫിൽറ്റേഴ്സ് ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ പുതിയ ഫിൽറ്റേഴ്സ് ആക്ച്വലി ഫോട്ടോസ്റ്റേബിൾ ആണ്. അതായത് സൺലൈറ്റ് അടിക്കുന്നതനുസരിച്ച് അത് പെട്ടെന്നൊന്നും ബ്രേക്ക് ഡൗൺ ആവത്തില്ല. ഒന്നും കൂടി ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ പിന്നെ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പഴയ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻസിന്റെ കുഴപ്പം അത് തന്നെയാണ്, ഒത്തിരി പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടത്തില്ല, ഒത്തിരി ലാസ്റ്റിംഗ് കിട്ടത്തില്ല. പക്ഷേ ഗ്ലാസ് ഓയിലി സ്കിൻ കഴിഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ ബോധേഡ് ആയത് ഇതിന്റെ ടെക്സ്ചർ ആണ്. ഇത് ഉപയോഗിച്ചാൽ നമുക്ക് സെറ്റ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. ആൻഡ് എന്റെ പേഴ്സണൽ യൂസേജ് റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. പക്ക ഓയിലി സ്കിന്നുകാർക്ക് വേണ്ട ഒരു ജെൽ ടെക്സ്ചറിലാണ് ഈ കാണുന്ന സൺസ്ക്രീൻ വന്നേക്കുന്നത്. പിന്നെ വൈറ്റ് കാസ്റ്റിനെ പറ്റി പറയുവാണെങ്കിൽ നമ്മൾ ഇടുന്ന ടൈമിൽ നമുക്ക് വൈറ്റ് കാസ്റ്റ് ഉണ്ടോന്ന് തോന്നും, പക്ഷേ ഒരു 20 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ഫേസിൽ ഇത് സെറ്റ് ആവും. ഈ ഒരു സൺസ്ക്രീനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കേരളത്തിലെ ചൂട് നിങ്ങൾക്ക് അറിയാലോ, ഉച്ചയ്ക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീം ബാത്ത് എടുത്ത പോലെയാണ്. മക്കളെ ഈ സാധനം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫേസിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് പോകത്തില്ല. ലൈക്ക് ഇത് പക്ക അവിടെ ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ഫീല് നമുക്ക് കിട്ടും. എന്നോട് നിങ്ങൾ പേഴ്സണലി ഓയിലി സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നും പറ്റിയ ഒരു നല്ല സൺസ്ക്രീൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദ ബെസ്റ്റ് എന്ന് പറയാനുള്ള ഇപ്പോൾ ഒരു സൺസ്ക്രീൻ ഈ കാണുന്ന ഡീകൺസ്ട്രക്റ്റിന്റെ SPF 50 സൺസ്ക്രീൻ ആണ്. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു പുതിയ സൺസ്ക്രീൻ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പ്രോഡക്റ്റ് ടാഗ് ചെയ്തിട്ടേക്കാം. പിന്നെ ഞാൻ കൊടുത്തേക്കുന്ന ലിങ്ക് തന്നെ നിങ്ങൾ വാങ്ങണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആമസോണിനോ അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ നിന്നോ ഡയറക്റ്റ് പോയി വാങ്ങാവുന്നതാണ് കേട്ടോ.